ഹായ് സുഹൃത്തുക്കളെ, ഭഗവത്ഗീതയിൽ ഒരു വചനമുണ്ട്. വിശ്വാസിയും അവിശ്വാസിയും പാവിയും പാപം ചെയ്യാത്തവരും എല്ലാവരും ആ ഭഗവാന് ഒരേപോലെയാണ് എന്ന്. തീർച്ചയായിട്ടും ഈ പ്രപഞ്ചശക്തി, അതായത് നമ്മൾ ഗോഡ് എന്ന് പറയുന്നതും ഏകദൈവം എന്ന് പറയുന്നതും പരമ ആത്മാവെന്ന് പറയുന്ന ആ ശക്തി ഒരു മനുഷ്യനെയും ഒരു ജീവികളെയും കാറ്റഗറി തിരിച്ച് ഒരാൾക്ക് നല്ലതും മറ്റുള്ള ആൾക്കാർക്ക് വിഷമതയും ചെയ്യുന്നില്ല. വേദങ്ങളും പുരാണങ്ങളും എല്ലാം പറയുന്നത് നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിനെ തിരിച്ച് ഒരു പ്രവൃത്തി നമ്മിലേക്ക് വരുമെന്നാണ്. അതും ഈ ഭൂമിയിൽ ഒന്ന് വിതച്ചാൽ ആയിരക്കണക്കിന് നമ്മുടെ അരികിലേക്ക് തിരിച്ചു വരും. കർമ്മ തിയറി എന്ന് പറയും അല്ലേ? നമ്മൾ ഒരു നല്ലതാണ് ചെയ്യുന്നതെങ്കിൽ 1000 നല്ലത് നമ്മിലേക്ക് തിരിച്ചു വരും. ഒരു ബാഡാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ആ ബാഡും നമ്മിലേക്ക് ആയിരക്കണക്കിന് തിരിച്ചു വരും. അപ്പോൾ നമ്മൾ ചെയ്ത വിഷമതകളാണ് നമുക്ക് തിരിച്ചു വരുന്നത്. അതേപോലെ നമ്മൾ നല്ലത് അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത നല്ലതാണ് നമ്മിലേക്ക് തിരിച്ചു വരുന്നത്. ഈശ്വരൻ, അല്ലാഹു, പ്രപഞ്ചശക്തി, ആ ദേവദൂതൻ, അങ്ങനെയുള്ള ആ നമ്മളെ പ്രാർത്ഥിക്കുന്ന ആ ശക്തികൾ എല്ലാം ഒരിക്കലും ഒരു മനുഷ്യനെയും ജഡ്ജ്മെൻ്റ് ചെയ്യുകയോ അതേപോലെ തന്നെ വേർതിരിവ് കാണുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. അവരവരുടെ കർമ്മ അനുസരിച്ചാണ് അവരവർക്ക് ഈ ഭൂമിയിൽ നേട്ടങ്ങൾ കൈവരിക്കുന്നത്, അതേപോലെ തന്നെ കഷ്ടങ്ങൾ അനുഭവിക്കുന്നത്. ഓക്കെ, താങ്ക് യു.